ഇന്ന് നമുക്ക് ചിക്കൻ പാസ്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ വൈറ്റ് സോസും ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുള്ള ഒരു പാസ്തയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കാം. ഒരു 2 ടീസ്പൂണോളം ഒലിവ് ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കാം. കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല. വെള്ളം തിളച്ച് വരുമ്പോൾ പാസ്ത ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം ഈ പാസ്ത നമുക്ക് ഈ കുക്കറിൽ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് പാസ്ത ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാസ്ത നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുഴുവൻ പാസ്ത ഇങ്ങനെ വെള്ളം കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് പാനിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനിലൊന്ന് നന്നായി വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇവ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്തക്കുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു പാൻ വെച്ച് പാനിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 20 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഈ മൈദ ഒന്ന് കരിഞ്ഞു പോകാതെ നോക്കണം. ഈ മൈദയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇതിനെ ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ മൈദയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം.
1 ടീസ്പൂണോളം ഒറിഗാനോ. ഇപ്പോൾ ഈ വൈറ്റ് സോസ് ഞാനിത് ചിക്കൻ മസാലയിലേക്ക് ചേർക്കുന്നത് കൊണ്ടാണ് ഇത്രയും തിക്കാക്കി എടുത്തിട്ടുള്ളത്. അതല്ല നമ്മൾ പാസ്ത നേരിട്ട് ഈ വൈറ്റ് സോസിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് സോസ് കുറച്ചുകൂടി ലൂസായിരിക്കണം. അപ്പോൾ പാൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കേണ്ടി വരും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു 40 ഗ്രാം ചീസ് കൂടി ചേർക്കുന്നുണ്ട്, നിർബന്ധമില്ല. ഇതുകൂടി ചേർത്തൊന്ന് ഈ ചീസിനൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മളിത് ചിക്കൻ മസാലയിലേക്ക് ചേർക്കുമ്പോൾ ഈ ഒരു സോസ് ഒന്നുകൂടി ലൂസായിട്ട് വരും. ഇനി നമുക്കിതിന് ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സോസ് ഈ മസാലയിൽ നല്ലവണ്ണം ഒന്ന് മിക്സായി വരണം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ചേർക്കാം. പാസ്ത ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ മസാല പാസ്തയിലേക്ക് പിടിച്ച് വരുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്പൈസിയും ക്രീമിയുമായ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.